നാരായണ 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 നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ഏകാദശസ്കന്ധം 7-ാം അധ്യായം. ഉദ്ധവനെ ഭഗവാൻ ഉപദേശിച്ച് തുടങ്ങുകയാണ്. ഉദ്ധവനും ഭഗവാനും തമ്മിലുള്ള ചോദ്യോത്തരങ്ങൾ. ഇവിടെ 24 ഗുരുക്കന്മാരെ കുറിച്ചിട്ട് ഭഗവാൻ പറയുന്ന രംഗാണ്. ഗുണദോഷം വിട്ടോളും, കർമ്മം അങ്ങയെ ഉപേക്ഷിച്ചോളും എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുകയാണ്, സ്നേഹപാശം മുറിക്കണം എന്നാണല്ലോ പറഞ്ഞത്, എങ്ങനെയാണ് സ്നേഹപാശം മുറിക്കേണ്ടത്? അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് ദേഹാഭിമാനമുള്ള അത്രയും കാലം ഈ സ്നേഹപാശത്തെ മുറിക്കാൻ സാധിക്കില്ല. അപ്പോൾ ദേഹാഭിമാനം എങ്ങനെയാണ് തീർക്കുക? ഇപ്പം മായ ബാധിച്ചിരിക്കുന്ന രീതിയിലാണല്ലോ നമ്മളൊക്കെ. പ്രപഞ്ചവുമായിട്ട് ബന്ധമുണ്ടല്ലോ, ദേഹവുമായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്നുള്ള തോന്നലുണ്ടാവില്ലേ? ഞാൻ എങ്ങനെയാണ് എന്നെ മറക്കുക? എന്നെ മറന്നുകൊണ്ട് അങ്ങയെ എങ്ങനെ അറിയുക? ഭഗവാനെ എങ്ങനെ അറിയുക? ബ്രഹ്മാദികൾക്ക് പോലും ഇത് സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണൻ പൂർണ്ണതമൻ, പരിപൂർണതമൻ, നാരായണനായിട്ടുള്ള അങ്ങ് എന്നെ അതിന് അനുഗ്രഹിക്കണം. അതിനു വേണ്ടി ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഈ ദ്രവ്യം കൊണ്ടാണല്ലോ ശരീരം ഉണ്ടാക്കിയത്. പൃഥിവ്യ തേജോ വായു ആകാശ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ. അതുകൊണ്ടാണ് ഈ ശരീരത്തെ ഉണ്ടാക്കിയത്. മനുഷ്യ ശരീരമാകുമ്പോൾ സപ്തധാതുക്കളിലൂടെ നിലനിർത്തണത്. അപ്പോൾ അത് ശരീരാഭിമാനത്തിന് കാരണം വരും. കാരണം മനോബുദ്ധി അഹങ്കാര ചിത്തം അതിലുണ്ട്. അതിൻ്റെ പ്രാണങ്ങൾ 10 അതിൻ്റേതായുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ഊർജം മുഴുവന് ദേഹാഭിമാനത്തിന് കാരണവും ആയിരിക്കും. കാരണം സത്വരജസ്തമോ ഗുണങ്ങൾ അതിലുണ്ടായതുകൊണ്ട്. ഈ മനസ്സ് എപ്പോഴും മലിനമാണ് എന്നുള്ളത് അറിയണം. ഞാൻ ശുദ്ധ ഹൃദയനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അത് അങ്ങനെയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് പൂർണ്ണമായിട്ട് ശുദ്ധമാവാൻ സാധിക്കില്ല, ദേഹബോധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ സാരത്രയേ ഉള്ളൂ, ഞാൻ മറ്റൊരാളെ ചതിക്കണില്ല, വഞ്ചിക്കണില്ല, സാത്വിക ബുദ്ധിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ മനസ്സ് ശുദ്ധമാവണില്ല. എൻ്റെ കാര്യങ്ങളിൽ ഏതെങ്കിലും വീഴ്ച വരുമ്പോൾ ഞാൻ അതിനെ പ്രതികരിക്കാതെ കണ്ട് അതിനെ വിഗണിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ ശുദ്ധനാണ്. എന്നെ ഒരാൾ അടിച്ചു, ഋഷഭദേവൻ്റെ പലതും സഹനശക്തി കാണിച്ചിട്ടുണ്ട്. 23-ാമത്തെ അധ്യായത്തിൽ ഏകാദശത്തിൽ ഭിക്ഷുഗീത, അവിടെ മലമൂത്രം പോലും ആ ഭിക്ഷുവിനെ അന്യര് ദേഹത്തിലേക്ക് ഒഴിച്ചിട്ടുമൊക്കെ തുപ്പുക തുടങ്ങിയതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ ഭിക്ഷുവിന് യാതൊരു കുഴപ്പം തോന്നിയില്ല. ശമീക മഹർഷി തൻ്റെ പുത്രനായിട്ടുള്ള ശൃംഗിയോട് പറഞ്ഞത്, ഈ പാമ്പിൻ്റെ ജഡം എടുത്തു കളഞ്ഞാൽ ഞാൻ കുളിച്ചാൽ ഞാൻ ശുദ്ധനായില്ലേ? നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മുടെ കാര്യങ്ങൾക്ക് വീഴ്ച വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ഞാൻ സാത്വികനാണ് എന്ന് പറയുന്ന ആളുടെ സാത്വികതയൊക്കെ പോയി. അപ്പോൾ അവിടേക്ക് എത്തണം ഉദ്ധവ. കാരണം ഈ മനോമലം ശരീരബോധം കൊണ്ടുണ്ടാവുന്നതാണ്. ശരീരതത്വങ്ങൾ 24 നമ്മളെ ഇതേപോലെ ഇവിടെ കെട്ടപ്പെടും, നമ്മളെ കെട്ടിയിടും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ നമ്മളെ ബാധിക്കുന്ന വിഷയം ഏതാണോ, ശബ്ദമാണോ, സ്പർശാണോ, രൂപമാണോ, രസമാണോ, ഗന്ധാണോ നമ്മളെ ബാധിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഏതോ ഒന്ന് നമ്മളെ കൊടുക്കും. ഒരു ഇന്ദ്രിയം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുണ്ടാവും. അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അത് ഞാനങ്ങനെ കുറേശ്ശെയായിട്ട് കയറി വന്നാൽ മാത്രമേ എൻ്റെ ആ ഇന്ദ്രിയമാണ് എന്നെ ഇവിടെ കൊടുക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. അത് അവനവന് മാത്രമേ മനസ്സിലാവുള്ളൂ. ഭഗവാന്റെ ഒരു ഭാഷയിൽ അത് ഗുരുവിന് പോലും മനസ്സിലാവില്ല എന്നാണ്. കാരണം അവിടെ ഒരു കാപട്യം വരുത്രേ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഭഗവാൻ ഉദ്ധവനിൽ നിന്ന് അതിനെ എടുത്ത് കളഞ്ഞു. എനിക്ക് തുല്യനാണ് അങ്ങ്, ഞാൻ തന്നെയാണ് അങ്ങ്, വിഭൂതി യോഗത്തിൽ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപദേശത്തിൽ എനിക്ക് തുല്യനാണ് അങ്ങ്, അതുകൊണ്ട് അങ്ങോട്ടും പരിഭ്രമിക്കണ്ട.
അപ്പോൾ തനിക്ക് താൻ തന്നെയാണ് ഗുരു, തനിക്ക് ഭഗവാൻ മാത്രമേ ഗുരുവായിട്ടുള്ളൂ, ഇത് ഉറച്ചോളൂ. ഭഗവാൻ ഉദ്ധവനോട് പറയണതാ. നമ്മളിന്ന് ഗുരുക്കന്മാർ എന്ന് വിചാരിക്കുന്ന പലരും ഗുരുക്കന്മാരല്ല. വേദം പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്യുന്നത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ദോഷം വരില്ല എന്ന് ഉറപ്പുള്ളതേ അവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. അവരാചരിക്കുന്നത് അനുകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവുമോ? അത് ചിലപ്പോൾ കുഴപ്പമാവും. അപ്പം അതുകൊണ്ട് കലികാലത്തിലെ ഗുരു എന്നുള്ളത്, ലൗകിക ഗുരു എന്നുള്ളത് വെറും കാട്ടിക്കൂട്ടൽ മാത്രമാണ്. ഗുരുവായിട്ട് ഒരാളെ ആശ്രയിക്കേണ്ട, എല്ലാവരെയും ഗുരുക്കന്മാരായിട്ട് കാണും ചെയ്തോളൂ. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ബഹുമാനിക്കണ്ട, പക്ഷേ എല്ലാ അർത്ഥത്തിലും ബഹുമാനം കൊടുക്കണം. കാരണം അതിലൊരു ഈശ്വരനുണ്ട്. അതുകൊണ്ട് ഗുരുവും ഈശ്വരനും ഒന്നാണ് എന്ന് പറയുമെങ്കിൽ രണ്ടും രണ്ടാണ്. ഇവിടെ കൃഷ്ണൻ ഈശ്വരനുമാണ്, ഗുരുവുമാണ് ഉദ്ധവന്. അങ്ങനെയുള്ള ഗുരുവിനെ കിട്ടാൻ കുറച്ച് പണിയാണ്. ആ ഗുരുസ്ഥാനത്ത് കലികാലത്തിൽ ഒരാൾക്ക് വരാൻ എളുപ്പമല്ല. എല്ലാവർക്കും സമ്മതമാവണം, അതാണ്. എല്ലാവർക്കും, ശത്രുക്കൾക്ക് പോലും സമ്മതമാവും. കൃഷ്ണൻ്റെ പ്രത്യേകത എന്താ? കൃഷ്ണന് എല്ലാവർക്കും സമ്മതമാണ്. കിട്ടിയില്ല എന്നേ തോന്നണുള്ളൂ. ശ്രീരാമനെ അങ്ങനെയല്ല. സീതയെ ഉപേക്ഷിച്ചപ്പോൾ, ലക്ഷ്മണനെ ഉപേക്ഷിച്ചപ്പോൾ വ്യത്യാസം വന്നില്ലേ? ഗോപികളെ കാണാൻ വന്നില്ല 11 വയസ്സിന് ശേഷം. പക്ഷേ പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ട് ഗോപികൾക്ക് പോലും മനസ്സിലായി, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. കൃഷ്ണനും രാമനും രണ്ടന്നെയാണ്, വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ മുക്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ഭാവത്തിലെത്തണം. അതല്ലെങ്കിൽ എത്താൻ പറ്റില്ല. കണ്ണ് തുറന്ന് ചെവി കൂർപ്പിച്ച് വേണ്ടതിനെ സ്വീകരിക്കൂ. പ്രത്യക്ഷം, ഭാവം, ദൃഷ്ടാന്തം, 21 തത്വങ്ങളുണ്ട്. 37 7 പ്രത്യക്ഷമായിട്ടുള്ള അനുമാനം, ഊഹം, ഉപമ, ശബ്ദം, സാക്ഷി, അർത്ഥാപത്തി, ഐതിഹ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഭാവങ്ങൾ ശാശ്വതം, ക്ഷണികം, ശൂന്യം, നിത്യം, അനിത്യം, അഹം, കർത്തൃത്വം. അതേപോലെ ദൃഷ്ടാന്തം ബുദ്ധി, ആഗമം, യുക്തി, ചിന്ത, തർക്കം, ജ്ഞാനം, കാഴ്ച. നല്ലോണം അറിയണം, നല്ലോണം വിശകലനം ചെയ്യണം. അങ്ങനെ ആവുമ്പോഴാണ് ഈ 21 കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗത്തെ കിട്ടുള്ളൂ. ഇത് പൂർണ്ണമാണോ ചോദിച്ചാൽ ഇതും പൂർണ്ണമല്ല കേട്ടോ. ഈ ഇംഗ്ലീഷ് പഠിപ്പിച്ച ശിഷ്യൻ, ഇംഗ്ലീഷ് പഠിപ്പിച്ച ആ ഗുരുവിനെ മലയാളം പഠിപ്പിച്ചു. അപ്പോൾ ശിഷ്യൻ ചെറുപ്പക്കാരനാണ്. ചെറുപ്പച്ചാൽ ഈ 15 വയസ്സിന് താഴെയാണ്. പക്ഷേ ഗുരു 50 വയസ്സിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഗുരു വിചാരിച്ചത് എന്താ വെച്ചാൽ ഞാനാ കേമന്നാ. ശിഷ്യൻ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്തു. ഇവിടെ സംസ്കൃതം അറിയാം, ലോകഭാഷ അറിയാം, രാഷ്ട്രഭാഷ അറിയാം, പ്രാദേശിക ഭാഷ അറിയാം, മദർ ടങ് അതും അറിയാം. പിന്നെ മറ്റെന്തെങ്കിലും അറിയോ? സംശയമുണ്ട്. അപ്പോൾ ഈ പഠിച്ചതായിട്ടുള്ള ഗുരു പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള ഒരു ചിരിച്ചുത്രേ. ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ ഈ നമുക്ക് മലയാളം ആണല്ലോ, മലയാളം പഠിപ്പിച്ച ആ പഠിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുവിനെ മലയാളികളുടെ അടുത്ത് ചെന്നപ്പോൾ സംവാദം വേണ്ടി വന്നു. ഈ പഠിച്ചയാൾ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഒരാളോട് ചെന്ന് ചോദിച്ചു, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ എന്തോ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞു. ആംഗ്യം ഉണ്ടായില്ല, മറ്റൊച്ചകളൊന്നും ഉണ്ടായില്ല. പക്ഷേ കൂടെ നിന്നവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്.
അങ്ങനെ ചില വാക്കുകളും ഉണ്ട് മലയാളത്തിൽ, നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടാവും. അപ്പോൾ പൂർണ്ണമായിട്ട് പഠിക്കുക എന്നുള്ളത് സാധിക്കില്ല എന്ന് ആദ്യം നമുക്ക് മനസ്സിലാവണം. പൂർണ്ണത എപ്പോഴേ കിട്ടുള്ളൂ? ഈ ദ്വന്ദ്വം കടന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അനുഭവിച്ചതിനെ മുഴുവൻ സദാസമയത്തും മനനം ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടിക്കാലത്ത് അനുഭവിച്ചത് മുഴുവൻ, സ്കൂളിൽ പഠിച്ചത് മുഴുവൻ, അങ്ങനെ എന്നും മനനം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അപ്പം നമ്മൾ പൂർണ്ണനല്ല. നമ്മൾ പൂർണ്ണനാവണമെച്ചാൽ അന്നത്തെ ഇന്നും ഓർമ്മ ഉണ്ടാവണം, പൂർവ്വജന്മം ഓർമ്മ ഉണ്ടാവണം, വരും ജന്മം ഓർമ്മ ഉണ്ടാവണം. ഇന്നലെ നടന്നത് എന്തൊക്കെ ഓർമ്മയില്ല. പിന്നെ എന്ത് ദ്വന്ദ്വം കിടക്കല, പിന്നെ എന്ത് ഭക്തിയാ? നമുക്കാകെ ഉള്ളത് ഞാൻ ഭക്തനാണ് എന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. പരമാവധി നമുക്ക് അറിയാം എന്ത്, ഇത് ഞാനല്ല, ഇത് ഞാനല്ല, ഇതില്ലെങ്കിലും കഴിഞ്ഞോടും, ഇതില്ലെങ്കിലും കഴിഞ്ഞോടും. അത് ഭക്തിയുടെ പരമകാഷ്ഠയാണ് കേട്ടോ. ഏറ്റവും കുറച്ച് സ്വീകരിക്കുക എന്നൊരു ഭാവം, പരമാവധി ഒഴിവാക്കുക എന്നതൊരു ഭാവം, വൈരാഗ്യം വരോടെ ദാനം ചെയ്ത് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തല്, അതൊക്കെ മാക്സിമത്തിലാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല എന്ന്. അതാണ് ലക്ഷ്യം. മോക്ഷമാണോ? ഈ ദേഹത്തിലൂടെ അനുഭവിച്ചതോ ദേഹത്തിലൂടെ സ്വീകരിച്ചതോ മുഴുവനും ഒഴിവാക്കണം. അപ്പോൾ ശ്രീകൃഷ്ണൻ ഈ കാര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഉദ്ധവ ഞാൻ കണ്ണും ചെവിയും തുറക്കണമെന്ന് പറഞ്ഞില്ലേ, അതിനൊരു കഥയുണ്ട്, അത് കേട്ടോളൂ. യദു യാദവനാണല്ലോ, നമ്മൾ യാദവരാണ്. അപ്പോൾ യദുവും അതിൻ്റെ സ്ഥാപനമായിട്ടുള്ള യദു, അത് ദേവയാനിയുടെയും യയാതിയുടെയും പുത്രനാണ് യദു. ദത്താത്രേയൻ എൻ്റെ അവതാരം. ദത്താത്രേയനും യദു രാജാവും കൂടിയിട്ട് കണ്ടുമുട്ടിയപ്പോൾ ചോദിക്കുന്നതായിട്ട് ചില ചോദ്യങ്ങൾ, അതിന് ഉത്തരമായിട്ട് ദത്താത്രേയൻ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ, അത് കേട്ടോളൂ. ദത്താത്രേയനോട് യദു ചോദിക്കുകയാണ്, ബ്രഹ്മജ്ഞാനം എങ്ങനെയാണ് ഭഗവാനെ അങ്ങക്ക് കിട്ടിയത്? ഋഷി രൂപത്തിലാണ് ദത്താത്രേയൻ. അങ്ങിപ്പോൾ ദ്വന്ദ്വം കടന്നൊരവസ്ഥയിലാണ്, നിഷ്കളങ്കനാണ്, തടിച്ച ശരീരമാണ്, അവധൂത വേഷത്തിലാണ്. പക്ഷേ അങ്ങക്ക് ഒന്നും ബാധിക്കണില്ല. ധാരാളം ആഹാരം കഴിക്കുന്നുണ്ട്, ചിലപ്പോൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒന്നും ആഹാരം കഴിക്കാതെ കണ്ട് അനവധി കാലം കഴിഞ്ഞിട്ടും അങ്ങ് ക്ഷീണിക്കണില്ല. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ ജനം പലതും സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പ്രയത്നം വിഫലമാകുന്നു. എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചെന്ന് വെച്ചാൽ അതിനെ ഉപയോഗിക്കാൻ പോലും സാധിക്കാതെ കണ്ടിരിക്കുന്നു. അങ്ങയ്ക്ക് പ്രവൃത്തിയില്ല, കാമലോഭാദികളില്ല, വിഷയം അനുഭവിക്കാതെ കണ്ട് തന്നെ സച്ചിദാനന്ദത്തെ അനുഭവിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇതെങ്ങനെയാണ് സാധിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ ദത്താത്രേയൻ പറയാണ്, ഏതോ അങ്ങ് കണ്ണ് തുറക്കൂ, ചെവി കൂർപ്പിക്കൂ, ഗുരുക്കന്മാരെ കാണാൻ സാധിക്കും. അപ്പം ഈ തത്വമാണ് നമ്മൾ എടുക്കേണ്ടത്. എല്ലാവരിലും ഗുരുത്വത്തെ കാണാൻ. ഞാൻ എല്ലാവരിലും ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്, ഗുരുത്വത്തെ കണ്ടിട്ടുണ്ട്. കുറച്ച് ഉദാഹരണം ഞാൻ പറയാം. അങ്ങനെയാണ് ഈ പഞ്ചഭൂതായാലും ചന്ദ്രനായാലും സൂര്യനായാലും മാടപ്രാവായാലും 24 ഗുരുക്കന്മാരെ പറഞ്ഞത്. അപ്പോൾ പഞ്ചഭൂതങ്ങളെ ആദ്യം പറയണം. ഭൂമിയെ ഏറ്റവും ആദ്യം ഭൂമിയാണ് പറഞ്ഞത്, കാരണം അതിൽ 5 തത്വങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് തിതിക്ഷ, ക്ഷമ ഞാൻ പഠിച്ചു. ഭൂമിയെ നമ്മൾ എന്തൊക്കെയോ ചില പീഡകൾ ചെയ്യാറുണ്ട്, മലിനമാക്കാറുണ്ട്, കുഴി കുഴിക്കാറുണ്ട്, പാറ പൊട്ടിക്കാറുണ്ട്, വലിയ വലിയ ഭാരങ്ങളെ ഒരുത്തിയിൽ കൊണ്ടുപോയിട്ട് കൂട്ടാറുണ്ട്. ഭൂമി പ്രകൃത്യാ ഒരു കുന്നാണെങ്കിൽ ആ കുന്നിനെ എടുത്തിട്ട് ഈ പാടത്ത് കൊണ്ടുപോയിട്ട് ഇടാറുണ്ട്. ഭൂമി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ കാര്യം. നദിക്കൊരു ഒഴുക്കുണ്ട്, ആ ഒഴുക്കിനെ നമ്മൾ തടയണ കെട്ടിയിട്ട് ജലത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ചിലത് സാത്വികമായിട്ടുള്ള ഭാവമാണ്, ചിലത് സാത്വികമല്ല, തമോ ഗുണമാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഞാൻ ക്ഷമ പഠിച്ചു. അതേപോലെ വെള്ളത്തിൽ നിന്ന് സ്വയം ശുദ്ധീകരിക്കും, അന്യനെ ശുദ്ധീകരിക്കും. ബ്രാഹ്മണനെ പോലെയാണ്, സ്വയം ശുദ്ധാണ്, അവനവനെ തന്നെ സ്വയം ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ മറ്റുള്ളവരെയും ശുദ്ധീകരിക്കും. നമ്മൾ പാത്രം കഴുകിയാലും തുണി തിരുമ്പായാലും നമ്മുടെ ശരീരത്തെ കുളിക്കായാലും ഒക്കെ ശുദ്ധീകരിക്കുക തന്നെയാണ്. അങ്ങനെ ജലം കൊണ്ട് ചെയ്യുന്ന ധാരാളമുണ്ട്.
അതേപോലെ പാലിൽ വെള്ളം ചേർക്കുമ്പോൾ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ വെള്ളം പാലായിട്ട് മാറും. അങ്ങനെ ചില ഗുണങ്ങൾ. അതേപോലെ ഇപ്പോൾ കടലിലേക്ക് ഒന്നിച്ച് വെള്ളം വന്നു വെച്ചാൽ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ചേരുവകളെ കൊണ്ടാണ് എങ്കിലും ഈ വെള്ളത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതായിട്ട് മാറാനുള്ളൊരു ഒരു കഴിവുണ്ട്. ഇത് തപസ് കൊണ്ട് നേടാൻ സാധിക്കുമെന്നാണ്. ഈ താദാത്മ്യ ബുദ്ധി തപസ് കൊണ്ട് നേടാൻ സാധിക്കുമെന്നാണ്. ഈ തിദിക്ഷ തപസ് കൊണ്ട് നേടാൻ സാധിക്കും. ക്ഷമ എന്നുള്ളത് സഹനശക്തി, ക്ഷമ എന്നല്ല സഹനശക്തിയാണ് ശരിക്ക്. അതേപോലെ അഗ്നിയിൽ നിന്ന് തേജസ് എല്ലാറ്റിനെയും ശുദ്ധാക്കും. വെള്ളത്തിന് അതായിട്ട് ഒട്ടലുണ്ട്, അഗ്നിക്ക് അതായിട്ടൊരു ഒട്ടലുമില്ല. എന്നാലും നമ്മൾ അഗ്നിയെ വേറെ വേറെ കാണുന്നു. അതാ രസം. ഭഗവാൻ തന്നെ പറയാണ് ഈ അഗ്നിക്ക് യാതൊരു തരത്തിലുള്ള ഒട്ടലും ഇല്ലാന്ന്. അഗ്നിയിൽ നിന്ന് ഉണ്ടാകുന്ന പുക തൊട്ടുള്ള കാര്യങ്ങൾക്ക്, അഗ്നി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക തൊട്ട കാര്യങ്ങൾക്ക് അതിൽ ഈ ദോഷങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ശവം ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക രോഗാണുക്കൾ ഉണ്ടാവില്ല. ആ പുക ഇല്ലാതെ കണ്ടാണെങ്കിലോ പുക മുഴുവൻ പോയി എല്ലാം കത്തി തീർന്നാൽ പിന്നെ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കി ഭസ്മം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അണുക്കളുണ്ട്. കത്തിപ്പോയത് മാത്രമേ ശുദ്ധമാകുന്നുള്ളൂ. എന്നാൽ സ്വർണം അത് ശുദ്ധമാണ്, പിന്നെ അതിൽ വേറൊന്നുമില്ല. എല്ലാ ഭസ്മവും ഒരുപോലെയാണോ? അല്ല. നമ്മൾ ഹോമഭസ്മം, ദ്രവ്യങ്ങൾ ഹോമിക്കുമ്പോൾ നെയ്യ് ഹോമിച്ചതായിട്ടുള്ള ഭസ്മം, അതേപോലെ അഷ്ടദ്രവ്യം ഹോമിച്ചതായിട്ടുള്ള ഭസ്മം, ചമത തൊട്ടുള്ളത് ഹോമിച്ച ഭസ്മം, ഹവിസ്, നേദ്യം, പായസം ഇങ്ങനെയുള്ളതൊക്കെ ഹോമിച്ചതായിട്ടുള്ള ഭസ്മം, എള്ള തൊട്ടുള്ളതൊക്കെ ഹോമിച്ചാലത്തെ ഭസ്മം ഒക്കെ വ്യത്യാസമാണ്. കുരിടുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഹോമദ്രവ്യമാണ് കുരിടാറ്. എല്ലാ ഭസ്മം ഒരുപോലെയല്ല. കാട്ടിലെ വിറക്, ഇലയും കാര്യങ്ങളൊക്കെ കത്തിച്ചത്, ചാണകം കത്തിച്ചത് ഭസ്മാണ്. വ്യത്യാസമുണ്ട്. അപ്പോൾ അഗ്നിക്ക് ശുദ്ധമാക്കാൻ കഴിയും. ശേഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ ചേരുവകൾ ഉണ്ടാവും. അഗ്നിക്ക് ഇതിനോട് യാതൊരു ചേരലും ഇല്ല. വെള്ളത്തിന് അങ്ങനെയല്ല, ചേരലുണ്ട്. ഇനി വായു, വായു രണ്ടും സ്വീകരിക്കും. ദുർഗന്ധവും സുഗന്ധവും സ്വീകരിക്കും. നമ്മളെ സംബന്ധിച്ച് സുഗന്ധം മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷേ വായു, സ്വയമേവ ഇത് രണ്ടും കളഞ്ഞതിൻ്റെ ശേഷം ശുദ്ധമായിട്ട് പൂർവ്വരൂപത്തിലെത്തുകയും ചെയ്യും. വെള്ളത്തിനത് പറ്റില്ല. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അതേപോലെ ആകാശം, ആകാശം സർവവ്യാപിയാണ്. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുമുണ്ട് ആകാശം. ഘടാകാശം, ഗൃഹാകാശം, മഹാകാശം, ജലാകാശം ഒക്കെയുണ്ട്. മണ്ണിൻ്റെ അടിയിൽ അവിടെയുണ്ട് ആകാശം. ഭൂമിക്ക് ഉള്ളിലേ അവിടെയുണ്ട് ആകാശം. ആകാശം ഇല്ലാത്ത സ്ഥലമില്ല. ജ്യോതിർഗോളങ്ങളിലും ആകാശമുണ്ട്. അവിടേക്ക് പോണ വഴിക്കൊക്കെ ആകാശമുണ്ട്. അതാണ്. അപ്പോൾ സർവ്വവ്യാപിത്വം ആകാശത്ത് നിന്ന് ഇപ്പോൾ പഞ്ചഭൂതങ്ങളായി. ഇനി ചന്ദ്രൻ. ക്ഷയവും വൃദ്ധിയും ചന്ദ്രനല്ല കലകൾക്കാണ്. ചന്ദ്രന്, അപ്പോൾ ഇത് അവർക്കറിയാം. ഇത് ഭാഗവതം എഴുതിയ ആൾക്കറിയാം. നമ്മൾ ചന്ദ്രനെ ചെറുതായിട്ട് കാണുന്നു, ചന്ദ്രനെ പൂർണ്ണനായിട്ട് കാണുന്നു, ചന്ദ്രൻ ഒട്ടും ഇല്ലാത്ത അമാവാസിയും കാണുന്നു. അപ്പോൾ അവർക്കറിയാം ചന്ദ്രന് നാശമൊന്നുമില്ല എന്നുള്ളത്. അത് ഗ്രഹണം എങ്ങനെയാ, ഇതൊക്കെ അന്നത്തെ ആളുകൾക്ക് അറിയാം. അതിനെ നമുക്ക് നമ്മളോട് പറഞ്ഞ രീതി ഇങ്ങനെയൊക്കെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് അതാണ് കിഴക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂര്യനല്ല ഉദിക്കുന്നത്, ഭൂമിയാണ് ഈ വ്യത്യാസത്തിന് കാരണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആത്മാവിന്, ജീവാത്മാവിന് നാശമില്ല. ജീവാത്മാവിൻ്റെ ഈ ശരീര സ്വീകാരം കൊണ്ടുള്ള വ്യത്യാസങ്ങളാണ്. സംഘദോഷം, കാമം, കർമ്മം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെ കൊണ്ടാണ് നാനാത്വം കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ചന്ദ്രനെ ഈ കലകൾക്കാണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കാൻ ഗുരുവായിട്ട് ഞാൻ സ്വീകരിച്ചു. സൂര്യൻ്റെ ഒരു സ്വഭാവം എനിക്ക് വളരെ ഇഷ്ടമായി. ജലത്തെ ആഗിരണം ചെയ്യണു. ജലത്തെ ആഗിരണം ചെയ്തിട്ട് എല്ലാവർക്കുമായിട്ട് വീതം വയ്ക്കണം. കടലിൽ നിന്ന് ജലം എടുത്തു കടലിലേക്ക് തന്നെ കൊടുക്കുകയല്ല, ഭൂമിയിൽ എല്ലാ ദിക്കിലും എത്തിക്കണം.
അതേപോലെ ചൂടായാലും പ്രകാശമായാലും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ കണ്ട നല്ല ആളുകൾക്കും ചീത്ത ആളുകൾക്കും കൊടുക്കും. നല്ല സ്ഥലത്തും ചീത്ത സ്ഥലത്തും എത്തിക്കും. വ്യത്യാസമില്ല. സമദൃക്, സമഭാവന, അത് സൂര്യനിൽ നിന്നും പഠിച്ചു. മാടപ്രാവ്, കുടുംബരാമന്മാരാവരുത് എന്നാണ് മാടപ്രാവിൽ നിന്നും ഒരു പക്ഷി, അത്രയേ ഉള്ളൂ. സ്നേഹബന്ധം, അത് അന്ധത വരരുത്. ആൺപ്രാവ്, പെൺപ്രാവ്, കുട്ടികൾ. അതിൽ ആൺപ്രാവും പെൺപ്രാവും ആഹാരത്തിന് പോയി ആഹാരം കൊണ്ടുവരും, കുട്ടികൾക്ക് കൊടുക്കും. ഇത് കണ്ടുപിടിച്ചതായിട്ടുള്ളൊരു വേടൻ ആദ്യം കുട്ടികളെ പിടിച്ചിട്ടു. പിന്നെ അമ്മ തിരിച്ചു വന്നപ്പോൾ കുട്ടികൾ വലയിലാണ്. ഇനി എന്തിനാ ഞാൻ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് അമ്മ വലയിൽ സ്വയം ചെന്ന് ചാടി. അപ്പോഴാണ് അച്ഛൻ വരണത്, ആൺപ്രാവ് വരണത്. ആൺപ്രാവ് ഭാര്യയില്ല, കുട്ടികളുമില്ല, പിന്നെ എന്തിനാ ഞാൻ ജീവിക്കണത് എന്ന് വിചാരിച്ചിട്ട് ആൺപ്രാവും ആ വലയിലേക്ക് ചാടി. വേടന് ആൺപ്രാവിനെയും കിട്ടി, പെൺപ്രാവിനെയും കിട്ടി, കുട്ടികളെയും കിട്ടി. വേടൻ സുഖിച്ചു. പക്ഷേ ശരീരം കിട്ടിയതായിട്ടുള്ള ഈ ജീവാത്മാക്കൾ, ഈ പ്രാവിൻ്റെ ഉള്ളിലെ ജീവാത്മാക്കൾക്ക് ആ ജന്മം നഷ്ടമായി. അപ്പം അങ്ങനെ നഷ്ടമാക്കരുത്. ഇതിൻ്റെ പ്രാരബ്ധം തീർക്കണം വെച്ചാൽ ഇനി ആദ്യം കുറേ ജന്മം വേണ്ടി വരും. അപ്പോൾ ബുദ്ധിമോശം ചെയ്യരുത്. ശരീരം അത് എപ്പോഴാണോ കിട്ടുന്നത്, എപ്പോഴാണോ പോകുന്നത്, പോകേണ്ടത് അപ്പോഴേ പോകാവൂ. സ്വയം വന്ന ജീവനാണ്, അത് സ്വയം തന്നെ പോകണം. കുടുംബാരാമത്വം പാടില്ല. പിന്നെ പെരുമ്പാമ്പ്, സുഖദുഃഖങ്ങൾ താനേ വന്നു ചേരും. പെരുമ്പാമ്പ് സ്വതം എങ്ങനെയാ വെച്ചാൽ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ദിക്കിലേക്ക് അന്വേഷിച്ച് പോകാറില്ല, ഇങ്ങോട്ട് വരുന്നതിനെ പിടിക്കേ പതിവുള്ളൂ എന്നാണ് പറയാറ്. കുറേ കാലം ആഹാരം കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ശരീരത്തിലെ നെയ്യെടുത്തുകൊണ്ട് അത് ജീവൻ കിടന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ കിട്ടുമ്പോൾ കൂടുതൽ തിന്നുകയും ചെയ്യും. അതാണ്. അപ്പോൾ പെരുമ്പാമ്പിൽ നിന്ന് അത് കിട്ടി. എതിർച്ഛാലാഭദൃഷ്ടി ഞാൻ പെരുമ്പാമ്പിൽ നിന്നാണ് പഠിച്ചത്. സമുദ്രത്തിൻ്റെ അഗാധത, നിർമ്മലത, അക്ഷോഭ്യത. സമുദ്രം ഇടയ്ക്കിടയ്ക്ക് ശോഭിക്കും, സുനാമി വരും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് സമുദ്രത്തിൻ്റേതായിട്ടുള്ള സ്വന്തമല്ല, മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് വന്നതാണ്. മർദ്ദങ്ങളുടെ വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. അതേപോലെ അഗാധമാണ് സമുദ്രം. ഇന്നും സമുദ്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചെല്ലാൻ പറ്റാതെ കണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും സമുദ്രത്തിൻ്റെ ആ അഗാധത്തിൽ ഏറ്റവും താഴേക്ക് ഇതുവരെ എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. ചെല്ലാൻ പറ്റാത്ത അനവധി സ്ഥലങ്ങൾ സമുദ്രത്തിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ നമ്മൾ ഉയർന്നു കാണുന്ന ഈ ഏറ്റവും ഉയരമുള്ള ഹിമാലയോ ഏതാച്ചാൽ അത്, അതിനേക്കാൾ കൂടുതൽ താഴ്ചയിലാണ് സമുദ്രം ഇന്നും കിടക്കുന്നത്. എത്രയോ കൂടുതൽ. മറ്റൊരു ഹിമാലയം ഏത് വെച്ചാലും കാണുമെന്ന് വെച്ചാൽ എത്ര അതിൻ്റെ കൃത്യമായിട്ട് വലിപ്പം അറിയില്ല. അപ്പോൾ അഗാധത, അതുപോലെ നിർമ്മലത. നമ്മൾ കാണുന്ന ഈ ഉപ്പും മറ്റേ ചളിവെള്ളവും ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, സ്വതേ സമുദ്രം നിർമ്മലാണ്. അതിൻ്റെ സ്വഭാവം എന്തോ അത് എന്നും നിലനിർത്തും എന്നുള്ളതാണ് നിർമ്മലത. അപ്പോൾ ശുദ്ധമാണെന്ന് സാരം, അതാണ്. അക്ഷോഭ്യം, ഒരിക്കലും ക്ഷോഭമില്ല സമുദ്രത്തിന്. പിന്നെയോ ഇത് ഭാഗവതം പറയണതാട്ടോ. നമ്മൾ സുനാമി ആദ്യമേ തന്നെ പറഞ്ഞ അതാണ്. സുനാമി ഉണ്ടാകുന്നു, മർദ്ദം ഉണ്ടാകുന്നു, ന്യൂനമർദ്ദം ഉണ്ടാവണു, കാറ്റും കോലും ഉണ്ടാവണു, കടൽ പ്രക്ഷുബ്ധമാവണു, തീരത്തിലുള്ള പെരകളൊക്കെ അല്ലെങ്കിൽ നിർമ്മിച്ചതൊക്കെ കേടുവരുത്തുന്നു, ഭൂമിയെ തന്നെ കുറേശ്ശെ കടലിലേക്ക് വലിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ മറ്റു പല കാരണങ്ങളെ കൊണ്ട് സംഭവിക്കുന്നതാണ്. പ്രകൃതിയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് സ്വതേ സമുദ്രത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് അക്ഷോഭ്യതയാണ്. അതേപോലെ ഈ ഈയാമ്പാറ്റ, അടുത്തത് 11ാമത്തെ, അത് ഈ കാണുന്നതെല്ലാം ശരി എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കയറി ചെന്നാൽ നമുക്ക് ഈയാമ്പാറ്റയുടെ പ്രത്യേകത എന്താ? ചിറക് പറക്കാൻ സാധിക്കും. ആ പറക്കാനുള്ള കഴിവില്ലാണ്ട് ഈയാമ്പാറ്റ പിന്നെ എന്തിനാ കൊള്ളുക? ഒന്നിനും പറ്റില്ല. പിന്നെ ചെന്ന് വീഴുന്നതിലാ തീയിലാണ്, ശരീരം പോയി കിട്ടി. നമുക്കുള്ള കഴിവെന്താ? വിശേഷബുദ്ധിയാണ്. ഈ വിശേഷബുദ്ധിയെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല വെച്ചാൽ നമുക്ക് വല്ല ജ്ഞാനമുണ്ടോ? പിന്നെ നമ്മൾ ജഡാണ്. പിന്നെ നമ്മുടെ ശരീരം കിട്ടിയിട്ട് എന്താ നമുക്ക് കാര്യം? വിശേഷബുദ്ധിയെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ മനീഷയുള്ളവനായതേ. അന്വേഷണ ത്വരയോട് കൂടിയിട്ട് ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്നൊക്കെയുള്ള ഭാവം പറഞ്ഞ് വെറുതെ അല്ല, വിശേഷബുദ്ധിയാ കാരണം.
അപ്പോൾ ആ മനീഷയെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഉപയോഗിക്കണം. അപ്പം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഈയാമ്പാറ്റയെ പോലെ സ്വയം നശിക്കില്ല. അതല്ലെങ്കിൽ ഈ ആഹാരത്തിനും അതേപോലെ തന്നെ സ്ത്രീയിലേക്കും നമ്മുടെ മനസ്സ് ചെല്ലും. പിന്നെ അവിടുന്ന് വിട്ടുപോരാൻ പറ്റില്ല, നമ്മൾ കുടുങ്ങും. പക്ഷേ അപ്പോഴും നമ്മൾ ഭഗവാൻ പറയണു, സന്താനോൽപാദനം നടത്തുന്ന ആ ഭാവം അത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യം പോലും പിഴക്കില്ല. പ്രകൃതിയെ നിലനിർത്തണം. എത്ര കാലമാണോ കൽപ്പം വേണ്ടെച്ചാൽ അത്ര കാലം നിലനിർത്തണം. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ചെയ്യുകയും വേണം. അത് നമ്മളെ ബാധിക്കില്ല. അതാണ് ഈയാമ്പാറ്റ അതാണ് പഠിപ്പിക്കേണ്ടത്. പിന്നെ ദത്താത്രേയന് ഭാര്യയുണ്ട്, മകനുണ്ട്. ദത്താത്രേയന് ആ ഒട്ടൽ വന്നില്ല. ഭാര്യ ഒട്ടാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഭാര്യ ഉപേക്ഷിച്ചു. ഭാര്യയ്ക്ക് വേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്തു. ഭാര്യയ്ക്ക് വേറെ ഭർത്താവിനെ കൊടുത്തിട്ടുണ്ടാവില്ല, ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് വേണമെന്ന് തോന്നാത്ത രീതിയിൽ ഭാര്യയെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അത് ദത്താത്രേയനും ഭാര്യയും തമ്മിലുള്ളൊരു സംവാദം ഭാരതത്തിൽ എവിടെയുണ്ട്. അതേപോലെ വണ്ട് തേനീച്ച എന്ന് സാറ്. ആ തേനീച്ച മധുകൃത്ത് ധാരാളം തേന് സമ്പാദിക്കും. പക്ഷേ തേനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏതിൽ നിന്ന് എന്തൊക്കെ കണ്ടാലും തേന് മാത്രമേ സ്വീകരിക്കുള്ളൂ, ഏത് പൂവായാലും ശരി. അപ്പോൾ സാരം മാത്രം എടുക്കുക എന്നും ഈ തേന് മാത്രമേ എടുക്കുള്ളൂ എന്നും ഏതിൽ നിന്നായാലും വിരോധമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജനങ്ങൾ മനുഷ്യരെന്ന് കൂട്ടുക. മനുഷ്യരുടെ സ്വഭാവങ്ങൾ എത്ര വ്യത്യാസമാണ്. എല്ലാവരുടെയും നന്മ മാത്രം സ്വീകരിച്ചാൽ പോരെ? ഓരോരുത്തർക്കും ഓരോ കഴിവാണ്ടാവും. നല്ല സ്കിൽഡ് വർക്കർ, അൺസ്കിൽഡ് വർക്കർ, അതേപോലെ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തക്കാർ, ഓരോരുത്തരുടെയും കഴിവ് ഓരോന്നല്ലേ. അതേപോലെ അപാര വിദ്യ, ഡോക്ടറായാലും എഞ്ചിനീയറായാലും IAS ആയാലും വലിയ ഗുണഫലങ്ങളല്ലേ ചെയ്യണത് അവർ. അതിൽ ഈ ചൂഷണ ബുദ്ധി ഇല്ലെങ്കിൽ അത് ഏറ്റവും മാക്സിമം നല്ലതാണ്. ഈ സ്വകാര്യ സ്വത്ത് സമ്പാദനം എന്നുള്ളത് ഇല്ലാത്തൊരു വ്യവസ്ഥയിലായിരുന്നു നമ്മൾ എങ്കിൽ ഇത് വലിയ ഗുണത്തിന് കാരണമാവും. പരശുരാമൻ്റേതായിരുന്നല്ലോ ഭൂമി മുഴുവൻ. പരശുരാമനായിരുന്നു ഒന്നും നിർത്തില്ല. ആവശ്യം എന്തേ ഉള്ളൂ? ആഹാരം, നിഹാരം, നിദ്ര, വിഹാരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ശ്രീരാമൻ രാജാവായാലും അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളൂ. അതാരായാലും അതെ. അപ്പോൾ അതിനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വണ്ടിൻ്റെ, ഈ തേനീച്ചയുടെ ഈ തേൻ സ്വീകരിക്കൽ, അതേപോലെ തന്നെ ഇനി അത് അനുഭവിക്കുമ്പോൾ തേന് കുടിച്ചു കഴിഞ്ഞാൽ താമരയിലാണ്ട് ഇരിക്കും, മത്തനാവും. അപ്പോൾ ബോധം ഉണ്ടാവില്ല. താമര കൂമ്പും അതിലിരുന്ന് ചാവും. നമ്മളും ധനസമ്പാദനാദി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടായി കഴിഞ്ഞാൽ ഈ ശരീരത്തോട് കൂടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? വീണ്ടും ഇവിടെ തന്നെ മരിക്കും, ഇവിടെ തന്നെ വരും, വീണ്ടും സംസാരം. നമ്മൾ തേനൊഴിച്ച് ബാക്കി യാതൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിലോ നമ്മളിത് ബാധിക്കില്ല. അപ്പം അതുകൊണ്ട് എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്, എത്രയോ മനുഷ്യന്മാരുണ്ട്, എത്രയോ അറിവുകളുണ്ട്. അതെല്ലാം വേണ്ട രീതിയിൽ സ്വീകരിക്കുക. എന്തെല്ലാം തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇതിൽ വേണ്ടത് മാത്രം സ്വീകരിക്കുക. വായു, നമുക്ക് ഓക്സിജൻ കിട്ടിയില്ലാത്ത പ്രശ്നമാണ്, ഓക്സിജൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ വേണ്ട വായുവിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ ഒഴിവാക്കാനും. അത് കിട്ടിയില്ല വെച്ചാൽ നമുക്ക് വലിയ പ്രശ്നമാണ്, വായു ആയാലും വെള്ളമായാലും. ഇനി കാഴ്ചകൾ വേണ്ടതേ കാണാവൂ. എല്ലാവരും ഈശ്വരനെ കാണണം എന്ന് സാരം. അപ്പോൾ പുറംപൂച്ചിനെ നോക്കണ്ട. അതാണ് തേനീച്ച പഠിപ്പിച്ചത്. ഇനി തൊലി നമ്മളെ കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഇന്ദ്രിയങ്ങളെ കൂടി പറയാം. ആന സ്ത്രീയുടെ ഈ തൊലി പെണ്ണാനെ കണ്ടു കഴിഞ്ഞാൽ ചതിക്കുഴി പോലും ശ്രദ്ധിക്കാതെ കണ്ടാണ് നടക്കുക. വാരിക്കുഴിയിൽ വീഴും, പീഡ അനുഭവിക്കേണ്ടി വരും. അത് തൊലിയിലുള്ള ആകർഷത കാരണമാണ്. അപ്പം അതിനെ ആനയിൽ നിന്ന് ഞാൻ പഠിച്ചു പാടില്ല എന്നുള്ളത്. ജിഹ്വ ഉപസ്ഥം, തേനിൽ നിന്ന് ജിഹ്വ പഠിച്ചു. ഇനി മത്സ്യം ജിഹ്വ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തൊലി ആന. ഇനി തേൻ എടുക്കുന്നവൻ അന്യൻ പണിയെടുക്കും. തേനീച്ച അതൊക്കെ കൊണ്ടുവന്ന് അറയിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഈ തേനെടുക്കുന്ന ആൾ എന്താ ചെയ്യുക അറിയോ?
ഈ ഈച്ചയും കൂടി കൊല്ലും. എന്നിട്ട് തേൻ മുഴുവൻ ഊറ്റി കുടിക്കും. ഊറ്റിയിട്ട് എടുത്തിട്ട് വിറ്റ് കാശാക്കും. അപ്പോൾ ഈ സമ്പാദിക്കാൻ വേണ്ടി പണിപ്പെട്ടതായിട്ടുള്ള തേൻ ഈച്ച ഈ മുതലെടുക്കാൻ വരുന്ന ആളുടെ ശിക്ഷ കൊണ്ട് മരിക്കുക. അപ്പോൾ മുതൽ കൂട്ടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കവർച്ചക്കാർ ആളെ കൊന്നിട്ട് മുതൽ കട്ടെടുത്ത് കൊണ്ടുപോകുന്ന പോലെ ആയില്ലേ? അപ്പം അങ്ങനെ സംഭവിക്കരുത്. പിന്നെ മാൻ്റെ പ്രധാനം ചെവിയാണ്. പാട്ട് കേട്ടാൽ അങ്ങനെ നിൽക്കും. മുളകൾ മറ്റേ അതിൻ്റെ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ കാറ്റ് വരുമ്പോൾ ഫ്ലൂട്ട് ഊതുന്ന പോലുള്ള ശബ്ദമൊക്കെ ഉണ്ടാവും. പ്രകൃതിയിൽ പല സംഗീതങ്ങളുണ്ട്, നമുക്ക് മുഴുവൻ എടുക്കാൻ വശമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കേട്ടും കൊണ്ട് മാന് നിൽക്കും. പുല്ല് വായിലുണ്ടെച്ചാൽ അത് തിന്നാൻ മറക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചതിയിൽ വീഴും. വേടൻ സാധാരണ പാട്ട് വെച്ചിട്ടാണ് ഈ മാനിനെ പിടിക്കാമെന്ന് കേട്ടത്. അപ്പോൾ അരുതാത്തത് കേൾക്കണ്ട, വേണ്ടത് മാത്രമേ കേൾക്കാവൂ. ഇങ്ങനെ മാൻ ചെവിയുടെ കാര്യത്തെ മനസ്സിലാക്കി തന്നു. മത്സ്യം ഈ ചൂണ്ടയിൽ ഉള്ളിൽ ചൂണ്ടയുണ്ടെന്ന് മനസ്സിലാവില്ല. പുറമേ കാണുന്ന ഇരയെ മാത്രമേ കാണുള്ളൂ. അതിനെ പിടിച്ച് തിന്നും. ചൂണ്ടയിൽ കൊളുക്കും. കൊളുത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ മരിച്ചു പോവും. അപ്പം അങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കണം, അറിയാൻ സാധിക്കണം. നമ്മളൊക്കെ സ്വതവേ മത്സ്യങ്ങളാണ്, നമുക്കറിയില്ല. നമുക്ക് എന്തൊക്കെയോ ഇട്ട് തരണം, നമ്മളതൊക്കെ സ്വീകരിക്കണം. എന്നിട്ട് നമ്മൾ കുടുങ്ങണം. പ്രത്യേകിച്ച് കലികാലത്തിൽ പലതും തരും, മോഹിപ്പിക്കും. പരസ്യം പോലെയാണ്. ഇതേ വാങ്ങാവൂ, എൻ്റെ കമ്പനിയുടെ വാങ്ങാവൂ. അരിക്ക് പോലും പരസ്യമുണ്ട്. ഇന്ന ബ്രാൻഡ് അരി വാങ്ങിയാലേ ഊണ് നേരെയുള്ളൂ. അരിയാണ് പ്രാധാന്യം, അല്ലാണ്ട് ബ്രാൻഡ് അരിയല്ല. അരിയിൽ എന്ത് പാടില്ല? കല്ലും നെല്ലും പാടില്ല, ഉമി പാടില്ല. അതേപോലെ ശുദ്ധമായിട്ടാവണം അത് വേവിക്കൽ. തവിട് കളയാതെ കണ്ട് കഴിക്കണം. വേണ്ടതെന്തോ അത് സ്വീകരിക്കണം. അപ്പം അതിന് ഞാൻ ചെയ്തു തരുന്ന ഈ അരിയെ സ്വീകരിക്കൂ എന്നതാണല്ലോ പരസ്യം. അപ്പോൾ നമ്മൾ അതിൽ കുടുങ്ങുക. എന്നിട്ടോ എന്നാൽ അവർ തരുന്നത് ഈ ശുദ്ധമാണോ അതട്ടല്ലേ ഇനി? അവിടെ പ്രശ്നം. അതിൽ മറ്റേ എന്തൊക്കെ അടിച്ചിട്ടുണ്ട് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടേ. അത് പറയില്ല. ഞാൻ കേടുവരാതിരിക്കാൻ ഇതുണ്ട് എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിങ്ങനെ സൂക്ഷ്മത ഈ ലെൻസ് വെച്ചാൽ പോലും കാണൂല. ലെൻസ് വെച്ചാൽ പോലും ഈ മറ്റേ ഇത് എത്ര ദിവസം കഴിഞ്ഞാൽ കേടുവരും, അതേപോലെ ഇന്ന ചേരുവകൾ ഇത് ചേർത്തിട്ടുണ്ട് കേടുവരാതിരിക്കാൻ, അതുകൊണ്ട് അത് കളഞ്ഞിട്ട് വേണം. അത് നമുക്ക് കളയാണ്ട് വശമല്ല. പഴവർഗ്ഗങ്ങളൊക്കെ മുന്തിരി തൊട്ടുള്ളതൊക്കെ കേടുവരാതിരിക്കാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നല്ലോണം മനസ്സിലാണ്ട് വെള്ളത്തിലിട്ടിട്ട് അത് കളയാതെ കണ്ട് കഴിച്ചാൽ നമ്മൾ കുടുങ്ങി. അപ്പം അത് മത്സ്യം, നമ്മളൊക്കെ മത്സ്യത്തിൽ പെട്ടവരാണ്. അത് നല്ലോണം മനസ്സിരുത്തണം. പച്ചക്കറി കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ പിങ്കള, വിദേഹ രാജ്യത്തെ ഒരേ ഒരു വിഭാഗം രാത്രി ഉറങ്ങാതെ കണ്ടിരിക്കുകയാണ്. കൂടുതൽ പൈസ ഉള്ളവരെ കിട്ടിയിട്ട് അവരിൽ നിന്നും ഈടാക്കാം. നമ്മുടെ ശരീരത്തെ കൊടുത്തിട്ട് നമ്മൾ മലിനമാവുകയാണ്. എല്ലാ അർത്ഥത്തിലും എന്തൊക്കെ പീഡകളാണ്. വേശ്യാവൃത്തി പറഞ്ഞാൽ ഒട്ടും നന്നല്ല. കാശുണ്ടാവുകൊണ്ട് മാത്രമാണ് വേശ്യാവൃത്തി ചെയ്യണത്. അമിതമായിട്ടുള്ള കാശ്. അല്ലെങ്കിൽ വേശ്യാവൃത്തി ഒരാളും ചെയ്യില്ല, ബോധപൂർവം ഒരാളും ചെയ്യില്ല, ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രംഗത്തേക്ക് നമ്മുടെ മനസ്സ് എത്തിക്കഴിഞ്ഞാൽ ഈ ആണുങ്ങളും അതേപോലെ പോവില്ല. ഇതിലിപ്പോൾ സാധാരണ പറയുക എങ്ങനെയാ വെച്ചാൽ സ്ത്രീകൾ പഴച്ചു എന്നാ. സ്ത്രീകളല്ല പഴക്കണതേ, സ്ത്രീകളെ പഴപ്പിക്കുന്നത് ആണുങ്ങളാണ്. അങ്ങനെ ചിന്തിച്ചാലേ വേശ്യാവൃത്തി എന്നുള്ളത് ഒഴിവാവുള്ളൂ. ഇവിടെ പറഞ്ഞു വന്നത് ധനികനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു. എനിക്ക് കിട്ടിയത് ഈ ധനവും ഈ സുഖവും. അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ മാത്രം ഉറക്കൊഴിച്ചിരുന്നു. അപ്പം ഞാനാണ് വിഡ്ഢി, ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങണു. അപ്പോൾ ഇതിൽ തെറ്റുകാർ ആ സ്ത്രീയാണോ അതോ ഈ ചെല്ലുന്ന പുരുഷന്മാരാണോ? ഇതിൻ്റെ മീഡിയം ആയിട്ടുള്ള ഈ ധനം ആണോ അതോ ഈ രണ്ടുപേരെയും കൊടുക്കുന്നതായിട്ടുള്ള തൊലിയുടെ ഈ പ്രേരണയാണോ? മനസ്സിനെ അടക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണത്. പിങ്കള വലിയൊരു ഗുരുവാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കാരണം ആശാഹി പരമം ദുഃഖം, അതാണ്. ആഗ്രഹമാണ് ദുഃഖം. അപ്പോൾ ആ ദുഃഖം നമ്മളെ ബാധിക്കാതിരിക്കാൻ എന്ത് വേണം? ആശയെ ഒഴിവാക്കിയാൽ മതി.
ആഗ്രഹത്തെ ഒഴിവാക്കിയാൽ മതി. പിന്നെ ഞാറക്കിളി മാംസം കൊക്കിലാക്കിയിട്ട് ഇങ്ങനെ പറക്കുകയാണ്. അപ്പോഴാണ് പരുന്തുകൾ വരുന്നത്. ഇത് ചെറിയ പക്ഷിയാണ്. ആ പരുന്തുകൾ ഈ പക്ഷിയും തിന്നും മാംസത്തെയും തിന്നും. അപ്പോൾ പക്ഷി ചെറിയ പക്ഷി ആയതുകൊണ്ട് അതിനെ സ്വയം രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് കളർഫുള്ളാണ് ആ മാംസം. അപ്പോൾ അതുകൊണ്ട് മാംസത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ആ മാംസത്തിൻ്റെ പിന്നാലെ പരുന്തുകൾ ഓടി, കിളി രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഉപേക്ഷിച്ച് തന്നെ നമ്മളെ രക്ഷിക്കണം. എന്തായാലും വേണ്ടില്ല, ധനം മാത്രമൊന്നല്ല, എന്തായാലും ശരി. അത് നമ്മൾ അവിടുന്ന് പോവുകയാണ് വേണ്ടെച്ചാൽ അവോയ്ഡ് ചെയ്ത് എവിടേക്കാച്ചാൽ പോവാം, സ്ഥലം മാറിപ്പോവാം, വിരോധമില്ല. കാരണം ഇത് ഭൗതികമായിട്ട് ഈ ദേഹസംബന്ധിയായിട്ടാണ് നമ്മൾ സമ്പാദിച്ചത്. ജീവൻ ഇത് വേണ്ട. അപ്പം അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുക, വിരോധമില്ല. എസ്കേപ്പിസം അത് ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചെയ്യുക തന്നെ വേണം. അത് ഞാറക്കിളി പഠിപ്പിച്ചു. പിന്നെ ഒരു കുട്ടി മാനാപമാനമില്ലാതെ കണ്ട് അടിച്ചാൽ കരയും. അടിച്ച ആൾ തന്നെ മിഠായി കൊടുത്താൽ കഴിഞ്ഞേനി, ലോകിയായി. ഈ അടിച്ച കാര്യം മറന്നു, വേദനിപ്പിച്ച കാര്യം വിട്ടു. എത്ര ചീത്ത പറഞ്ഞാലും എന്തായാലും ശരി, ഒന്നും വിഷയമില്ല, ചിർപ്പിച്ചാൽ കഴിഞ്ഞു. അതാണ് മാനാഭിമാനം ഇല്ലാത്ത അർഭകഭാവം. അത് വലിയൊരു പാഠമാണ്. പിന്നെ കന്യക, ഒറ്റയ്ക്കുള്ളപ്പോൾ ഒരാൾ കല്യാണം ആലോചിക്കാൻ വന്നു. സൽക്കരിക്കാൻ വേണ്ടിയിട്ട് എന്തോ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ നെല്ല് കുത്താന്നൊന്നും കണക്കാക്കണ്ട. എന്തോ പണിയെടുക്കുന്ന സമയത്ത് അത് കയ്യിലുണ്ടായിരുന്ന വള രണ്ടെണ്ണം കൂട്ടി വരസുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 വളയായപ്പോൾ പോലും ശബ്ദം ഉണ്ടായി. ഒറ്റ വളയാക്കിയാൽ ആ ശബ്ദം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും, ഇവിടെ പണിയെടുക്കുന്നത് അറിയാത്ത രീതിയിൽ പൂച്ച നടക്കുന്ന പോലെ ശബ്ദം ഉണ്ടാവില്ല. പൂച്ച നടക്കുമ്പോൾ പാത്രം തട്ടിയിടാഞ്ഞാൽ മതി. പൂച്ച നടക്കുമ്പോഴോ പൂച്ച ചാടുമ്പോഴോ ശബ്ദം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ആ സ്പോഞ്ച് എഫക്റ്റ് ഉണ്ട് കാലിന്. അത് കാരണം വളരെ മനസ്സിരുത്താൻ പൂച്ചയ്ക്ക് സാധിക്കും. എന്ന കൂട്ടത്തിൽ ഈ കന്യക 2 പേര് കൂടിയാലാണ് ശബ്ദമുണ്ടാവുക, കലഹമുണ്ടാവുക എന്ന് എന്നെ പഠിപ്പിച്ചു. നമ്മൾ മരിക്കാൻ പോകുമ്പോഴും കുളിക്കാൻ പോകുമ്പോഴും ഭജിക്കാൻ പോകുമ്പോഴും കൂടെ ഒന്നും വേണ്ട എന്നതാണ് നിയമം. കൂടെ ആളുണ്ടായാൽ ഭജനം നേരെയാവില്ല. മരിക്കലും ഒറ്റയ്ക്ക് തന്നെയാണ്. കൂടെ ആളുണ്ടായിട്ട് കാര്യമില്ല. 2 പേരും മരിക്കുന്നു മാത്രമേ ഉള്ളൂ, അതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റയ്ക്ക് വേണം. ജീവിതം എന്നുള്ളത് സ്വതവേ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് 2 പേരും കൂടി ഒറ്റയ്ക്ക്, അങ്ങനെയാണ്. ഇനി മക്കളുണ്ടായിച്ചാൽ മക്കളും ഒറ്റയ്ക്ക്, ഭാര്യയും ഭർത്താവും എൻ്റെ മകളും ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. നമ്മൾ പേഴ്സണലായിട്ട് ഒറ്റയ്ക്കാണ് എന്ന് സാരം, അതറിയണം. അതാണ് ഒറ്റയ്ക്ക് പോയാലേ ഈ മുക്തി കിട്ടുള്ളൂ. അതുകൊണ്ട് അത് വളരെ അല്ലെങ്കിൽ കലഹം ഉണ്ടാവും. 2 ആൾ കൂടിയ ഉറപ്പാണ് കലഹം ഉണ്ടാവും. അപ്പം അത് വരരുത്. പിന്നെ കരുവാൻ ശരകൃത്ത് ഏകാഗ്രതയെ പഠിപ്പിച്ചു എന്നാ. ഭാഗവതം വായിക്കുമ്പോൾ ഏകാഗ്രമായിട്ട് ഭഗവാന്റെ തന്നെ, ഭഗവാന്റെ ലീലയിൽ തന്നെ ഭക്തൻ സ്വീകരിക്കുന്നത് എങ്ങനെ അത് മാത്രമേ ചിന്തിക്കാവൂ. പരിസരബോധം പോലും അറിയരുത്. സമയം പോയത് അറിയാതെ കണ്ട് അത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഭാഗവതം വായിക്കുന്ന സമയത്ത്, കഥ പറയുന്ന സമയത്ത് ആ സമയം എങ്ങനെയാ പോകണമെന്നുള്ള അറിയില്ല. ഉദാഹരണമായിട്ട് അപ്പം തന്നെ പറയാറുണ്ട്, ഈ സിനിമ കാണുന്ന പോലെ, സിനിമ കാണുമ്പോൾ സമയം പോകണത് അറിയില്ല അത്രേ എന്ന കൂട്ടത്തിൽ. ഇതൊരു സിനിമയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്, മനസ്സിലാക്കൽ വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ജീവനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനമാണ് ഈ ഭഗവത് ലീലയിലൂടെ, ഭക്ത അനുഗ്രഹത്തിലൂടെ ഭക്തൻ അത് സ്വീകരിക്കുന്നതിൽ അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ കിട്ടുക. അപ്പം അങ്ങനെ വേണം ഏകാഗ്രത. ഒന്നും അറിയരുത്, പരിസരബോധം ഉണ്ടാവരുത്. അങ്ങനെ ഇതിൽ പറഞ്ഞത് ഘോഷയാത്ര പോയി ശരം ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഘോഷയാത്രയുടെ ശബ്ദമൊന്നും കേട്ടില്ല എന്നാ. ഇപ്പം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഈ ഘോഷയാത്ര പോയതുപോലും അറിഞ്ഞില്ല, ആ ശബ്ദം പോലും കേട്ടിട്ടില്ല. അതാണ്. പിന്നെ സർപ്പം, വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് സമയം കളയണ്ട. കലികാലത്തിൽ ഏറ്റവും പ്രത്യേകതയാണത്രേ. ജീവിതകാലം മുഴുവനെ സമ്പാദിക്കും. ഒരു വീടും വയ്ക്കും, കല്യാണം കഴിക്കും, കാറും വാങ്ങും, പിന്നെ ഒക്കെ കടായി. പിന്നെ കുട്ടികളായി, വിദ്യാഭ്യാസമായി, കടായി.
ഇനി അവർ ജോലി എടുത്തിട്ട് ഈ കടം വീട്ടോ നിശ്ചല. ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ വീട് വെച്ചിട്ട് കാറ് വാങ്ങിയിട്ട് നമ്മൾ പിന്നെ പണ്ടോ സ്വർണം കൂടി ആയാൽ പിന്നെ പറയും വേണ്ട. കാറും വീടും പണ്ടവും ആയാൽ ഏറെക്കുറെ ഒക്കെ പൂർത്തിയായി. പിന്നെ മറ്റൊന്നാണ് ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നത്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ നിശ്ചല. ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ വല്ലാത്ത വലിയ പൈസ വരുന്നുണ്ട്. എല്ലാം സാധാരണ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്ന പോലെയല്ല, അത് ആവശ്യമാണ്, ആവശ്യത്തെ നിറവേറ്റണമെന്നേ ഉള്ളൂ. വമ്പൻ ഹോട്ടലിൽ കയറുമ്പോഴേ അതാണ്. അപ്പോൾ വളരെയധികം മനസ്സിലെത്താം. സർപ്പത്തെ പോലെ നമ്മൾ എങ്ങനെയാണ് വേണ്ടത്? എലി മാളത്തിലുണ്ടാവും, എലിയെ തിന്നു, ആ മാളത്തിൽ പോയിട്ട് കിടന്ന് വിശ്രമിച്ചു, മറ്റൊരു സ്ഥലത്തേക്ക് പോയി, ഒരു പണിയെടുത്തില്ല. അങ്ങനെ സർപ്പത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ സമയം വെറുതെ കളയരുത് എന്ന്. പിന്നെ എട്ടുകാലി തന്നിൽ നിന്നുണ്ടാക്കുന്ന ആ വല, അതിൽ ആരാ വന്ന് കൊടിച്ചാൽ അയാളെ പിടിച്ച് തിന്നും. അത് കഴിഞ്ഞാൽ ആ വല തന്നിലേക്ക് തന്നെ എടുക്കും. അത് കഴിഞ്ഞാൽ എട്ടുകാലി അവിടെ നിന്ന് പോകും. അപ്പോൾ ഭഗവാൻ ഇതേപോലെയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കും, എന്നിട്ട് ഭഗവാൻ കൊടുക്കാൻ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കും. ഇത് ഭഗവത്വമാണെന്ന് മനസ്സിലായി. പിന്നെ വേട്ടാളൻ, ഈ എട്ടുകാലിയുടെ കാര്യം പറയുമ്പോൾ ഇന്നത്തെ എട്ടുകാലി അല്ല കേട്ടോ. അന്നത്തെ എട്ടുകാലി ഈ വല സ്വയമേവ തന്നെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വലയും കൊണ്ടുപോകും. ഇന്നത്തെ എട്ടുകാലി വല കെട്ടൽ മാത്രമേ ഉള്ളൂ. അത് കലികാലമായതുകൊണ്ടാണ്. എന്നിട്ട് അടിച്ചു വരാൻ നമ്മൾ ആദ്യം പിന്നാലെ പോകണം. പിന്നെ വേട്ടാളൻ, നമ്മൾ ഒരാളെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ആളായിട്ട് മാറും എന്ന് കഥ. വേട്ടാളൻ ഇതിൽ ഭാഗവതത്തിൽ പറഞ്ഞ പ്രകാരം ഒരു കൂടുണ്ടാക്കും. ആ കൂട്ടിലൊരു പുഴുവിനെ കൊണ്ടുവന്നിടും. എന്നിട്ട് എല്ലാ സമയത്തും എല്ലാ ദിവസവും ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പം അങ്ങനെ വേദനിപ്പിക്കും. അപ്പോൾ ഈ ഉള്ളിലുള്ള പുഴു വേട്ടാളൻ വരുമോ, എന്നെ ഉപദ്രവിക്കുമോ എന്ന് മാത്രം ചിന്തിച്ചിരിക്കും. ഒടുക്കം വേട്ടാളനായിട്ട് മാറും. പിന്നെ കൂട് പൊട്ടിച്ച് വേട്ടാളനായിട്ട് പറക്കും, മറ്റൊരു വേട്ടാളനായിട്ട് മാറി. എന്ന കൂട്ടത്തിൽ നമുക്കും ഈ ജീവൻ സദാസമയത്തും ഭഗവാനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അന്തേ നാരായണ സ്മൃതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ആ ഭഗവാനിൽ ലയിക്കാൻ സാധിക്കും. നമ്മൾ ഭഗവാനായിട്ട് മാറും. ഭഗവാനിൽ ലയിക്കുക എന്നത് ഭഗവാനായിട്ട് മാറുക എന്നതാണ്. ഭഗവത്വത്തെ മുഴുവൻ കിട്ടും. സാർഷ്ടിഭാവം കിട്ടും, സാരൂപ്യം കിട്ടും, സാലോക്യം കിട്ടും, സാമീപ്യം കിട്ടും, സായുജ്യം കിട്ടും. അപ്പോൾ വേട്ടാളൻ അത് പഠിപ്പിച്ചു. ഈ ശരീരവും ഒരു ഗുരുവാണ്. കാരണം ഞാൻ എന്നുള്ള തോന്നൽ ഉണ്ടാവാനുള്ള കാരണം ഞാൻ ഈ ദേഹം എന്ന് തോന്നുക. എന്തൊക്കെ പ്രശ്നങ്ങളാ, രോഗാദികൾ, മറ്റേ ശരീരത്തിൻ്റെ ബലത്തിൻ്റെ ക്ഷയം, പിന്നെ ഒടുക്കത് നശിക്കും. ഇതാരുടെയാ സത്യം പറഞ്ഞാൽ? ഈ ശരീരം ഭാര്യയുടെ ആണോ, അച്ഛൻ്റെ ആണോ, മകൻ്റെ ആണോ, ബന്ധുക്കളുടെ ആണോ? അവസാനം മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം ആരാ? അഗ്നിയാണോ വിഴുങ്ങ, അതോ കഴുകൻ തിന്നിട്ട് മലാക്കിയിട്ട് മാറ്റുകയാണോ ചെയ്യുക, അതോ ഭൂമിയിൽ കുഴിച്ചിട്ട് ക്രമിക്കുക ചെയ്യുക? ഭാര്യ ഇന്ത്യ പറയും മരിച്ചു കഴിഞ്ഞാൽ വേണ്ടേനി. അപ്പോൾ ഈ ശരീരം ഒരു നല്ല ഗുരുവാണ്. അനവധി ഭാര്യമാരുണ്ട് വെച്ചാൽ എല്ലാ കിരിക്കും വലിക്കും. എന്ന കൂട്ടത്തിൽ ഈ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ എവിടേക്കൊക്കെയോ നമ്മളെ കൂട്ടി കൊണ്ടുപോവുക. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എന്നിട്ടോ നമ്മൾ നശിക്കുകയും ചെയ്യും. ബഹ്യ സപത്നമിവ സപത്നം, അങ്ങനെയുള്ള ആളുകൾ ദേഹം ഇമം ലുനന്തി, ഈ ദേഹത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. നമ്മൾ നശിക്കും എന്ന് സാരം. അപ്പോൾ എത്രയോ ഗുരുക്കന്മാർ ഇതേപോലെ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് കണ്ണും ചെവിയും തുറക്കുക, അനുഭവിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും വിശേഷ ബുദ്ധിയുണ്ട്, നമുക്ക് മനീഷയുണ്ട്, മനുഷ്യനാണ്. അതുകൊണ്ട് വിഷയത്തെ എങ്ങനെ സ്വീകരിച്ചാലാണ് നമുക്ക് ഇതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുക, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മുമുക്ഷു ഭാവത്തിൽ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ശരീരം കിട്ടിയത് പ്രാരബ്ധം തീർക്കാനാണ് എന്ന ശുശ്രൂഷാഭാവത്തോട് കൂടിയിട്ട് അന്യോപകാരം ചെയ്ത് സേവനം ചെയ്ത് എല്ലാവരിലും ഈശ്വരനെ കണ്ട് വൈരാഗ്യം, എത്രത്തോളം വൈരാഗ്യം വന്ന് ഞാൻ എൻ്റെ എന്നുള്ളത് വിട്ട് ഈ എവിടേക്കാണോ എത്തേണ്ടത് ആ ലക്ഷ്യത്തെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എല്ലാവരിലും ഗുരുക്കന്മാരെ കണ്ടുകൊണ്ട് ഒരു ഗുരുവിനെയും സ്വീകരിക്കേണ്ട, ഭഗവാനെ മാത്രം ഗുരുവായിട്ട് കണക്കാക്കുക. നമ്മൾ ഏറ്റവും ചെറുതാണ്, എല്ലാവരും എന്നേക്കാൾ വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഒരാളെയും നിന്ദിക്കുക തൊട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ട് ഭഗവാങ്കൽ എത്തണം എന്ന് യദു മഹാരാജാവിന് ദത്താത്രേയൻ എന്ന ഞാൻ ഉപദേശിച്ചു കൊടുക്കണ്ടായി പണ്ട് എന്ന് കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറയുകയാണ്. അപ്പം ഇങ്ങനെ 9ാമത്തെ അധ്യായവും നമ്മൾ പറഞ്ഞു. ഇനി 10ാമത്തെ അധ്യായങ്ങൾ തൊട്ടിട്ട് ഈ പരീക്ഷത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഉദ്ധവൻ ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് നമുക്ക് കേൾക്കാം. വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് അങ്ങനെ പലതും ഉണ്ടെന്ന് ചോദിക്കുന്നത്. അത് നമുക്കപ്പോൾ അടുത്തതിൽ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ.